ഹലോ ഗായ്സ്, സുനു സെവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ട്രിപ്പ് പോവാം കേട്ടോ. ഐഡോക്ക് ഫാമിലി ട്രിപ്പാണ്. ഐഡോക്ക് 4 പേരുണ്ട്. ബാക്കി ഐഡോക്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും ഇവിടെ സ്ഥലത്തില്ല. അപ്പോൾ ഉള്ള 4 പേരാണ് പോണത്. ഞങ്ങൾ കുറേ ദിവസമായി സാറിനോട് പറയണം നമുക്കൊന്നും ട്രിപ്പ് പോയാലോ എന്ന്. പ്ലാനിട്ട് വേനൽക്കാലത്ത് പ്ലാനിടാൻ തുടങ്ങിയത്. അത് മഴക്കാലത്താണ് സാധിച്ചത്. മഴക്കാലമായപ്പോൾ പിന്നെ ഞങ്ങൾ പോവാൻ ഉറപ്പിച്ച സൺഡേയിൽ നല്ല മഴയാവില്ലേ. അതിന് തലേ ദിവസമൊക്കെ ശനിയാഴ്ചയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇനിയിപ്പോൾ ഞായറാഴ്ച നല്ല മഴയാവുമോ, പോകുമ്പോൾ രസമുണ്ടാവും, ബീച്ചിക്കൊക്കെ അല്ലേ പോണത്, മഴയത്ത് പോയിട്ടുണ്ടാവും. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ദൈവം അനുഗ്രഹിച്ചു, ഞങ്ങൾക്ക് മഴയൊന്നും കിട്ടിയില്ല. അങ്ങനെ സാറും മേഡവും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ നിഷിതനെയും കൊണ്ട് പോവാം. അപ്പം ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരാമെന്നുള്ളൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അപ്പം ബീച്ച് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളായിരുന്നു. അപ്പോൾ അതിന് മുന്നേ രാവിലെ നമുക്ക് എങ്ങോട്ടേലും പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മിനി ഊട്ടി പോകാമെന്ന് പ്ലാൻ ഇട്ടു. അങ്ങനെ മിനി ഊട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. മിനി ഊട്ടിയിൽ എത്താനായിട്ടുണ്ട്. അവിടെ വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഞാൻ കയറിയതാണ്. പുതിയതുണ്ട് വലുതാന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പോവാം. ഞങ്ങൾ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒന്നും കൂടി ഉണ്ട് അവിടെ ഇങ്ങനത്തെ പാർക്കൊക്കെ. ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ കയറണ്ട, ഇപ്പുറത്ത് തന്നെ കയറാമെന്ന് പറഞ്ഞിട്ട് ഈ വലിയ ബ്രിഡ്ജിൽ അവിടെ കയറാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് വലിയ ബ്രിഡ്ജുമൊക്കെ കയറി അവിടെ വീഡിയോ ഒക്കെ എടുത്തു. വീഡിയോ അവരെന്നെ എടുത്ത് തരാൻ വേണ്ടി ഒരു 100 രൂപയൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ 100 രൂപയൊക്കെ കൊടുത്ത് ഞങ്ങൾ വീഡിയോ എടുപ്പിച്ചു. പിന്നെ ഞങ്ങളായിട്ട് വീഡിയോ കുറേ എടുത്തു, ഫോട്ടോസ് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ പോപ്കോണൊക്കെ വാങ്ങി കഴിച്ച് സംസാരിച്ച് കുറേ. കാറിൽ തന്നെ നല്ല രസമായിരുന്നു. എല്ലാവരും വർത്താനം ചിരിയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഇവിടെ ഒരു പ്രതിമ ഉണ്ട്, അതിൻ്റെ അടുത്തൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. ഇഷ്ടംപോലെ ഫോട്ടോസ് എടുത്തു. നല്ല രസമുള്ള ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു. നല്ല ഇഷ്ടമായി. നല്ല കാണാൻ കേട്ടോ. അവിടെ ഒരു കോട മൂടി നിൽക്കണ പോലെ ഇങ്ങനെ തോന്നും നമുക്ക്. അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നും അങ്ങനെ. അപ്പോൾ അങ്ങനെ അവിടെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മേഡം എന്നെ വീഡിയോ എടുത്തത്. ഞാൻ തിരിഞ്ഞ് നടന്നു നോക്കുമ്പോൾ നിഷിത അവിടെ എന്തോ ആലോചിച്ചു, വേറെ എന്തോ ആലോചിച്ചിരിക്കും. പോവാ നമുക്ക്. നീക്കി സമൂസ ഫ്രഷ് അല്ലേ? ഒരു സമൂസ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങി. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഹൈലൈറ്റ് മാളിലേക്കാണ്. ഹൈലൈറ്റ് മാളിൽ പോയൊക്കെ കറങ്ങിയതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്ക് ബീച്ചിലേക്ക് എത്തിയാൽ മതി എന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയമാകുമ്പോഴേക്ക് എത്തിയാൽ മതി. അപ്പം നല്ല രസമാണ് അവിടെ കാണാൻ, കടൽ കാണാൻ നല്ല രസമാവും. മഴ പെയ്യാതെ ഇരുന്നാൽ മതി എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടെന്നുള്ളൂ. മഴ പെയ്തിട്ടില്ല. നല്ല ഉഷാറായിട്ട് നല്ല വെയിലും ഉണ്ടായിരുന്നു, നല്ല ചൂടും. ഇനി നമുക്ക് നിഷിതേൻ്റെ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുനാഥന്റെ മുമ്പിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമായി ദേവനും അനുരാഗിയായി അമ്പലപ്രാവേ. അപ്പോൾ അങ്ങനെ നിഷിതേൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞു. നല്ല രസമല്ലേ പാട്ട്? ഓൾ നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ സാറ് പറഞ്ഞു എൻ്റെ അടുത്ത് സൺറൂഫിൽ നിന്ന് കയറി നോക്കാം, നല്ല രസമാണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് സൺറൂഫിൽ കയറുക. അപ്പോൾ എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു, നന്നായിട്ട് കാറ്റടിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കയറി നിന്ന് നോക്കി എങ്ങനെയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ലെങ്കിൽ ഞാൻ ഫോണും കൊണ്ടുപോയി വീഡിയോ എടുത്തു കുറച്ച് സമയം. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസം. ഈ യാത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയാലും കുഴപ്പമില്ല, ഞാൻ സാറിനോടും മേഡത്തിനോടും പറയായിരുന്നു. അത്രയ്ക്ക് രസം, എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായി. നമ്മൾ എത്തിട്ടോ. ഹായ്, അല്ല നടക്കണം. ഇതാണ് നമ്മുടെ ഫേമസ് യൂട്യൂബർ. അതെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട്. സാറേ കാണണ്ട. ഹൈലൈറ്റ് മാളിൽ എത്തിയതിന് ശേഷം ഞങ്ങളോട് സാറ് നടന്ന് എല്ലായിടത്തും കാണാൻ പറഞ്ഞു. സാറ് അവിടെ ഇരുന്നു. സാറ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു, കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു പണി എത്തിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ക്ലിനിക്കിൽ നിന്ന് പ്ലാൻ ഇട്ടുണ്ട്. സാറിൻ്റെ ബർത്ത്ഡേ ആണ് 3-ാം തീയതി. അപ്പോൾ 3-ാം തീയതി മുന്നേ അഡ്വാൻസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യാം ഹൈലൈറ്റ് മാളിൽ നിന്ന്. അങ്ങനെ പ്ലാൻ ചെയ്ത് നടന്നു കേട്ടോ ഉഷാറായി. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടന്നു.
ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങി. ഞങ്ങളിവിടെ നല്ല റേറ്റാണ് കേക്കിനെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ റേറ്റ് കുറഞ്ഞതും കൂടിയതും എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങളൊരു കേക്ക് വാങ്ങിയൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. സാറിനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും വന്നിരുന്നതിന് ശേഷം സാറിനെ വിളിച്ചത് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി എന്താ ഒന്നും നോക്കാനില്ലെങ്കിൽ ഇന്ന് താഴത്തേക്ക് ഇറങ്ങിക്കോളി എന്നൊക്കെ സാറ് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല. സാറ് മോളിക്ക് തന്നെ വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളവിടെ പ്ലാൻ ചെയ്തിരുന്നു. കേക്ക് ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചു, എൻ്റെ മടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് സാറ് വന്നിട്ടുണ്ട്. ഇനി നോക്കാം. ഹാപ്പി ബർത്ത്ഡേ അല്ല അല്ലല്ലോ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അതെഴുതണ്ടേന്നല്ലേ. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാറിൻ്റെ പാട്ടിനെ ഒന്ന് കേൾക്കാം കേട്ടോ. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞു നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണിഞ്ഞൊരു കളിയരങ്ങിൽ നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ തിരി തെളിച്ചു. നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തേയം തുള്ളും വേളിക്കാറ്റേ, ഒരായിരം രാവുകൾ കാത്തിരുന്നു ഞാൻ. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്, 2:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. കേക്ക് കഴിച്ചുകൊണ്ട് ആ വിശപ്പ് കുറച്ച് നടങ്ങിയെങ്കിലും പിന്നെ ഞങ്ങൾ പാരഗൺ ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു ചിക്കൻ കഴിച്ച് പിന്നെ ബീച്ചിക്ക് വന്നു. ഞങ്ങൾ ഇറങ്ങിയ ബീച്ചിൻ്റെ അവിടെ ഒരു ഭംഗിയില്ല കാണാൻ. അതിൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ട് അപ്പുറത്തെ ബീച്ചിൽ നടക്കണ്ട വിചാരിച്ചു. അങ്ങനെ അപ്പുറത്തെ ബീച്ചിൽ പോയി. ബീച്ച് നല്ല രസമുണ്ട്. ആ നല്ലൊരു രസത്തിൻ്റെ ടൈമിനാണ് ഞങ്ങളവിടെ എത്തിയത്. സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒരു 5:30 ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പിന്നെ അപ്പം തൊട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കലും കടൽ കാണലും വീഡിയോ എടുക്കൽ അങ്ങനെ കുറേ സംഭവങ്ങളായി നടന്നു. പിന്നെ ഞങ്ങൾ വെള്ളത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. കാരണം അപ്പോഴാണ് രസം, അപ്പോഴാണ് ആ കടലിൻ്റെ കാറ്റൊക്കെ ഒരു സുഖം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ സാറ് ഇറങ്ങാനായിട്ടില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വെള്ളത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇറങ്ങിയാൽ മതി, കുറച്ച് കഴിഞ്ഞ് തിരമാലകളൊക്കെ വലുതായിട്ട് വരും, അപ്പോൾ പിന്നെ ഇറങ്ങാൻ സമയത്തിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും മേഡം കൂടി വെള്ളത്തിലിറങ്ങി. നിഷിത വെള്ളത്തിലിറങ്ങണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നിഷിതയ്ക്ക് എന്തോ ഒരു മടി വെള്ളം നനയാൻ. അങ്ങനെ ഓളെ ഇറങ്ങിയത് ഞാനും മേഡം കൂടി അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ ഫോട്ടോ എടുത്തു. പിന്നെ പിറ്റേ ദിവസം ഇനി ക്ലിനിക്കിൽ ചെന്നാൽ അന്ന് മാത്രമേ മേഡം ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് പോവും, ക്ലിനിക്കിലുണ്ടാവില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. ഏതായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു. പിന്നെ ഞങ്ങൾ സൂര്യനെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുത്തൊക്കെ ഉണ്ടാവും. അടിപൊളിയായില്ലേ? നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തൊരു യാത്ര. നല്ല രസമുണ്ടായിരുന്നു. സാറിന് മാത്രം ചെറിയൊരു ചടപ്പ്, കാരണം സാറിൻ്റെ കൂടെ ആരുമില്ലല്ലോ. ഞങ്ങൾ 3 ആളും അടിച്ചു പൊളിച്ചു. ഞങ്ങൾക്ക് ഒരു ചടപ്പില്ല, നല്ല രസമുണ്ടായിരുന്നു. സാറിന് കൂട്ടിന് ആരും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം. കുഴപ്പമൊന്നുമില്ല എന്നാലും സാറിന്. ഞങ്ങളെ കൂട്ടത്തിൽ സാറ് കൂടാഞ്ഞിട്ടല്ല, എന്നാലും ആരെങ്കിലും ഒരാൾ ആണായിട്ടുണ്ടെങ്കിൽ സാറിനൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഐശ്വര്യതയൊക്കെ കഴിച്ച് ഉപ്പിലിട്ടത് കാടമുട്ട ഒക്കെ കഴിച്ച് നല്ല രസമുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കോഴിക്കോട് നിന്ന് ഞങ്ങൾ പോരുകയാണ്. കടൽ അതിനെക്കാട്ടും രസം. കടൽ അങ്ങ് കണ്ട് നിന്ന് പോകുന്നൊരു സമാധാനമുള്ള രസമുള്ളൊരു സംഭവമാണിത്. ഞാൻ വിചാരിച്ചത് ഞാനങ്ങനെ നിൽക്കുമ്പോൾ എന്തോ രസം.
അല്ലെങ്കിൽ ഞാനിങ്ങനെ ദൂരത്തേക്കൊക്കെ നോക്കിയപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവല്ലോ. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. എൻ്റെ ട്രിപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.